പരിചയപ്പെടുത്താം. ഇതാണ് പുതിയൊരു പ്രോഡക്റ്റ്, സെൽഫ് വാട്ടറിംഗ് പോട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ ഒരു 15 ദിവസം വരെ വെള്ളം ഒഴിക്കേണ്ട ഒരു പോട്ടിനകത്ത് നമുക്ക് കുറഞ്ഞത് ഒരു 5 വെജിറ്റബിൾസ് നമുക്ക് നടാൻ പറ്റും, അല്ലെങ്കിൽ 5 പ്ലാന്റ് നടാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് വാട്ടർ കണ്ടെയ്നറാണ്. വെള്ളം സ്റ്റോറേജ് ഇതിനകത്താണ്. ഇതിനകത്ത് വാട്ടറിൻ്റെ ലെവലുണ്ട്, 3.5 ലിറ്റർ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ഉണ്ട്. ഇതൊരു കാപ്പിലറി ആക്ഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു തിരി എന്ന് പറയുന്നത്, ഗ്രീൻ വിക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് താഴത്തെ വെള്ളം ഓട്ടോമാറ്റിക്കലി കാപ്പിലറി ആക്ഷനായിട്ട് വലിച്ച് മേലേക്ക് എടുക്കും. ഇതിൻ്റെ ഒരു ഇൻസുലേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തൊരു 3.5 ലിറ്റർ വെള്ളം നിറയ്ക്കുക. അതിനുശേഷം ഈ ഒരു പോർഷനകത്ത്, അതായത് ടോപ്പ് പോട്ടാണ്, ഇതിനകത്തൊരു 6 ഹോളുണ്ട്. അതിനകത്ത് ഒരു ഹോള് വലുതാണ്. നമ്മൾ ഈ ഹോളിലേക്ക് ഈ ഒരു തിരി കൊടുക്കുക, എന്നിട്ട് താഴേക്ക് വലിക്കുക. വെള്ളത്തിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ ഇത്രയും ഹൈറ്റിൽ ഈ തിരി എടുത്തതിന് ശേഷം വെള്ളം നിറയ്ക്കുക, ഇതിനകത്ത് വെക്കുക. ഇത് കാപ്പിലറി ആക്ഷനായിട്ട്, അതായത് ഈ തിരി നമ്മുടെ ചൂട് അനുസരിച്ച് ഇത് ചൂടാവുകയും താഴത്തെ വെള്ളം മേലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇവിടെ 4 റിങ് കൊടുത്തിട്ടുണ്ട്. ആ റിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിങ് ഇതുപോലെ റിങ്ങുണ്ട്. ഈ റിങ് ജസ്റ്റ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെൻറ്ററിൽ ചെടി നട്ട് ഒരു ചെടി 1 2 പച്ചമുളകോ അല്ലെങ്കിൽ ചെടിയോ നടാം. അതുപോലെ 4 സൈഡിലും 4 റിങ് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേസ്റ്റായി കിടക്കുന്ന ബോട്ടിലുകൾ നമുക്ക് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഞങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് കുപ്പിക്കകത്ത് പോട്ടി മിക്സ് നിറച്ചിട്ട് നമുക്ക് ചെടികളും പച്ചക്കറികളും നടാൻ പറ്റും. പിന്നെ ഇവിടെ 2 ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പോട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും, പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യുന്നതിന് വളരെ സിമ്പിളാണ്. ഈ ഒരു വാഷർ ഗ്രോമറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ വാഷർ ഇതിനകത്ത് പ്രസ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം 20 mm വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് വാങ്ങിയിട്ട് ആവശ്യമുള്ള ഡിസ്റ്റൻസിൽ കട്ട് ചെയ്തതിന് ശേഷം ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഒരെണ്ണത്തിനകത്ത് നമ്മളൊരു എൻഡ് ക്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെ കണക്റ്റ് ചെയ്യണ്ട, ഓൾറെഡി ഹോൾ അടിച്ചിട്ടുണ്ട്, അപ്പം അതെടുക്കുക. അപ്പോൾ ഈ ക്യാപ്പ് നമുക്ക് ഇതിനകത്ത് ഈ വാട്ടർ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇതാണ് നമ്മുടെ സെൽഫ് വാട്ടറിംഗ് പോട്ട്. ഒരു 50 പോട്ട് വെച്ചിട്ട് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ബോട്ടിലുകൾ കാണിക്കാനുള്ളത്. ഇതുപോലുള്ള ബോട്ടിലുകളിൽ പോട്ടി മിക്സ് നിറച്ചിട്ട് ഇതിനകത്തുള്ളൊരു കയർ നമ്മൾ ഇതേ രീതിയിൽ താഴേക്ക് ഇട്ടിട്ടുണ്ട്. ഈ കയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്തെ ട്രെയിലെ വെള്ളം കാപ്പിലറി ആക്ഷൻ ത്രൂ, അതായത് ഈ തിരി ത്രൂ മേളിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തുന്നുണ്ട്. ഈ വെള്ളം ഓട്ടോമാറ്റിക്കലി ഈ ബോട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ കയറിങ്ങനെ ഇട്ടിട്ട് ഈ റിങ്ങിനകത്തൂടെ കയറിങ്ങിട്ടിട്ട് ഇതിങ്ങനെ ടൈറ്റായിട്ട് വെക്കുക. ഇതൊരിക്കലും തട്ടി വീഴുകയോ ഒന്നുമില്ല. എന്നിട്ട് ഈ മണ്ണിനകത്തോട്ട് ഈ കയറിൻ്റെ എൻഡ് ഇങ്ങനെ പുതച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വെള്ളം ഓട്ടോമാറ്റിക്കലി കയറ് ത്രൂ മേലേക്ക് വലിക്കും. അപ്പോൾ നമുക്ക് ഞാനൊരു ചെയ്തിരിക്കുന്നത് ഒരു 50 ചെടിച്ചട്ടി 50 പോട്ട് വെച്ചിട്ട് പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പം 50 × 4 വെച്ചിട്ടാകുമ്പോൾ 200 ബോട്ടിലുകൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തുകൊണ്ട് 200 വെജിറ്റബിൾസ് കൂടി എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് നടാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് ഒരിടത്ത് വളം കൊടുത്താൽ മതി. ഈ വെള്ളത്തിലേക്ക് വളം ഇട്ട് കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിലൂടെ ഈ ഒരു ചെടിച്ചട്ടിക്കകത്ത് വരുന്ന 4 പ്ലാന്റുകൾക്കും ഓട്ടോമാറ്റിക്കലി വെള്ളവും വളവും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ 15 മുതൽ 20 ദിവസം വരെ നമുക്ക് വെള്ളം ഒഴിക്കണ്ട. അത് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ഒരു ഡ്രോപ്പ് വെള്ളം പോലും ലീക്കേജ് ഇല്ല. ഇതിൻ്റെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് കിട്ടും. ഇതിൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ പൈപ്പ് വെച്ചിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. ഈ പോട്ടിനകത്ത്, അതായത് ഈ ഒരു പോട്ടിനകത്ത് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഈ പോട്ടിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാ പോട്ടിലേക്കും തനിയെ വെള്ളം കിട്ടിക്കോളും. നമുക്ക് ഓരോ പോട്ട് നിറയുമ്പോഴും വാട്ടർ ലെവൽ അറിയാൻ പറ്റും. തനിയെ അത് നിറഞ്ഞോളും.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇത് പിന്നെ നമുക്കൊരു 10 കൊല്ലം വരെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 10 കൊല്ലം വരെ നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. മിനിമം 10 കൊല്ലത്തേക്ക് നമുക്ക് ആകെ വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം വലിക്കാനുള്ള ഈ ഗ്രീൻ വിക്ക് ഉണ്ടല്ലോ, അത് ഒന്ന് സ്റ്റിച്ച് എങ്ങനെ പൊട്ടുകയാണെങ്കിൽ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇതല്ലാതെ ഒരു എക്സ്പെൻസും ഇതിനകത്ത് വരുന്നില്ല. 10-15 കൊല്ലം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും.